ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരിക്കൽ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ഇന്ന് ബ്രേക്കപ്പിന് ശേഷം നിങ്ങളെ അവൾ മിസ് ചെയ്യുന്നുണ്ടോ? ഒട്ടുമിക്ക ആൺകുട്ടികളുടെ ഒരേ ഒരു സംശയമായിരിക്കും എന്താ ഇതെങ്ങനെ തിരിച്ചറിയാം? ഇതിനുള്ളൊരു 5 സൈനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾഡ് മെമ്മറീസ് ആണ്. അതായത് ഒരു പെൺകുട്ടി പണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയ സ്ഥലത്തിന്റെ ഫോട്ടോസ് ഇപ്പോഴും സ്റ്റോറിയും അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ഒരുമിച്ച് പോയി കഴിച്ച ഫുഡിന്റെ ഫോട്ടോസ്, ചിലരുണ്ടല്ലോ ചില ഹോട്ടലിൽ നിന്ന് മാത്രമാണ് ഫുഡ് കഴിക്കത്തുള്ളൂ, ആ ഒരു ഹോട്ടലിൽ വീണ്ടും പോയിട്ട് ആ ഒരു ഫുഡ് വീണ്ടും കഴിച്ച് അതിന്റെ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ടോ? ഇങ്ങനെ ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ ഇപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഈ ഫുഡും ഇത് മാത്രമല്ല, നിങ്ങൾ പണ്ടെടുത്തിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസിൽ പോയിട്ടുള്ള ഫോട്ടോസ് ഇത് ഇപ്പോഴും ഇടും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ ഇപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രേക്കപ്പിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുകയോ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ബ്രേക്കപ്പിന് ശേഷം നിങ്ങളുടെ ആ ഒരു പെൺകുട്ടി നിങ്ങളെ വീണ്ടും വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. കാരണം അവൾ ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവൾക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടി ചിലപ്പോൾ ഒരു മിസ് കോൾ ഒറ്റൊരു ബെല്ലായിരിക്കും അടിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കുന്നത് എന്തെങ്കിലും ഒരു കുത്തോ കോമയോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു കോള് അല്ലെങ്കിൽ മെസ്സേജ് കണ്ടിട്ട് അവളെ വിളിക്കണം അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോളൊക്കെ കണ്ടിട്ട് തിരിച്ച് വിളിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകും. ഇങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ആ ഒരു പെൺകുട്ടി ഇപ്പോഴും നിങ്ങളുടെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും ബ്രേക്കപ്പിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യുകയാണ്. അവൾ ചോദിക്കുന്നത് ഇതായിരിക്കും: നീ ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പിലാണോ? നിനക്കിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വീണ്ടും നിങ്ങളെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നതാണ്. നിങ്ങൾ മറ്റാരുടെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ ഒരിക്കലും നിങ്ങളെ ഇനി അവർക്ക് കിട്ടില്ല. ആ ഒരു വിഷമവും ആ ഒരു പേടിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവള് പിന്നെ നിങ്ങളെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ ബ്രേക്കപ്പ് ആയിട്ട് നിങ്ങളെ കണ്ടിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി ഇപ്പോഴും നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ബ്രേക്കപ്പിന് ശേഷം നിങ്ങളെ വീണ്ടും വിളിക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ്: നിങ്ങളിപ്പോൾ ഫ്രീ ആണോ? അങ്ങനെ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ പുറത്തു വരെ ഒന്ന് വരുമോ? എനിക്ക് എവിടെയെങ്കിലേക്ക് ഒന്ന് പോവാനുണ്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് നടക്കാൻ പോയാലോ? എനിക്കിതാ എവിടെ ഇരുന്നിട്ട് ആകെ ബോറടിക്കുകയാണ്, എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് റൂമിലേക്ക് ഇരുന്നിട്ട്. നീ ഫ്രീ ആണോ? ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോകാം. ഇങ്ങനെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ബ്രേക്കപ്പിന് ശേഷം നിങ്ങളെ വിളിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവർ പറയുകയാണ്: എനിക്ക് എന്താണെന്നറിയില്ല, നിന്നെ കാണാനൊരാഗ്രഹം, നിന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം എന്നൊരു തോന്നല്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ നിങ്ങളെ വിളിക്കുകയാണ്. അല്ലെങ്കിൽ അവൾക്ക് എവിടെയെങ്കിലും പോകണം, അവൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായി പുറത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട്, ആ ഒരു ആവശ്യത്തിന് വേറെ ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കാതെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് അവൾ വിളിക്കുന്നതെങ്കിൽ ഇപ്പോഴും അവൾ നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൾ വേറെ ഫ്രണ്ട്സ് ഉണ്ടായിട്ട് അവരെ പോലും വിളിക്കാതെ നിങ്ങളെ തന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ബ്രേക്കപ്പിന് ശേഷം ഏതെങ്കിലും ഒരു പെൺകുട്ടി അവളുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണണം, പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ആ ഒരു പെൺകുട്ടി നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ബ്രേക്കപ്പിന് ശേഷം വീണ്ടും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസും ലക്ഷ്യങ്ങളും ഒക്കെ ചോദിക്കുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ കണ്ടിട്ട് വീണ്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നതാണ്.
നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ അവർക്കും പങ്കുചേരണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഗോൾസും കാര്യങ്ങളൊക്കെ വീണ്ടും അവൾ ചോദിക്കുന്നത്. ഇങ്ങനെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളെ അത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞ് ഈ 5 കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സിനും ഈ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.